നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ കണ്ടോ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് എന്താ നിറമെന്ന്. നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, മിനി ചേച്ചി ഫ്രൂട്ട്സിൻ്റെ തൈകളൊന്നും നടാറില്ലേ, ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പറമ്പിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നമുക്ക് എന്തൊക്കെയാണ് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമ്മൾ നട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ടൊക്കെ നമുക്ക് വരാം. ഇതിപ്പോൾ നമ്മുടെ മുള്ളാത്തയാണിത് ഉണ്ടായി നിൽക്കുന്നത്. മുള്ളാത്ത ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്, കാരണം ഇത് വവ്വാലും ഒന്നും അടിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് കെട്ടി വെച്ചിരിക്കുക. പിന്നെ എല്ലാവരും കൂടെ 4 പേരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം അത് വിളയുമ്പോൾ ഇനി പറിക്കാമെന്ന് കരുതി. ഇത് പിടിച്ചാലൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ പച്ചുറുമ്പുണ്ടല്ലോ, ഈ നീറുറുമ്പ് കുറേ അങ്ങ് കയറും. ഇതിപ്പോൾ നല്ലതുപോലെ വിളഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പുറമേയൊക്കെ നല്ലതുപോലെ നികന്നു. ഇനി നമുക്കത് പറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചക്കയുടെ അത്രയുണ്ടത്. അയ്യോ, കണ്ടില്ലേ, ഉറുമ്പൊക്കെ കിടന്ന് അഴയുന്നുണ്ട്. ഇത് കണ്ടില്ലേ എന്ത് നല്ലൊരു മുള്ളാത്തയാന്ന്. ഇത് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഇലയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇതിനകത്ത് 2-3 ചെറുതും കൂടെ നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ പൂക്കളും വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഉറുമ്പിൻ്റെ ശല്യമാണ് പ്രശ്നം. അതൊന്നങ്ങ് കൂട്ടും കേട്ടോ. 1 2 3 4 5 6 എണ്ണം നിൽപ്പുണ്ട്. അതെല്ലാം കായൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ട്സ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പുതിയ സൈസ് കൊലയാണിത്. ഇപ്പോൾ ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല. ബന്ധത്തിലെ ഒരു അച്ചായൻ തന്നതാണ് ഇതിൻ്റെ ഒരു വിത്ത്. അപ്പോൾ നല്ലൊരു കൊല നമുക്ക് കിട്ടി. ഏത് ഇനത്തിൽപ്പെട്ട കൊലയാണെന്ന് നമുക്കറിയത്തില്ല. തന്ന അച്ചായൻ പറഞ്ഞത് പച്ചക്കറി കടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇനം കായാണെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ അതാണോ എന്ന് എനിക്കും അറിയത്തില്ല. എന്തായാലും നല്ലതുപോലെ വിളഞ്ഞു. ഇപ്പം മഞ്ഞയൊക്കെ ഓടാനായിട്ട് തുടങ്ങി. കണ്ടില്ല, മഞ്ഞയൊക്കെ ഓടാനായിട്ട് തുടങ്ങി. എന്തായാലും അത് പഴിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഈ വാഴയുടെ പേര് അറിഞ്ഞാൽ നന്നായിരിക്കും. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഇത് റംബുട്ടാൻ ആണ്. ഇത് റംബുട്ടാൻ നമ്മൾ വാങ്ങി നട്ടയാണിത്. ഇപ്പം വാങ്ങി നട്ടത് മരം ഇപ്പോൾ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിലായിട്ട് വരണം. അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം ഒരു വർഷത്തോളമായി നമ്മളിത് നട്ടിട്ട്. പിന്നെ നല്ലതുപോലെ എല്ലുപൊടിയും ചാണകവും വെള്ളവും ഒക്കെ കൊടുത്താലും നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വരും. ഇത് കണ്ടില്ല, ഇത് ചാമ്പയ്ക്ക നമ്മൾ വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്. ഒരു വർഷത്തോളമായി. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ എല്ലുപൊടിയും ചാണകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ വെട്ടിയടിപ്പിച്ച് നല്ലതുപോലെ നിർത്തിയിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഇനി എന്നാണ് കാ പിടിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും കുറച്ചുകൂടെയൊക്കെ വലുതായെങ്കിൽ മാത്രമേ കായൊക്കെ പിടിക്കുകയുള്ളൂ. ഇത് ഓറഞ്ചാണ്. ഒരു കുഞ്ഞ് തൈ കിട്ടിയതായിരുന്നു നമുക്ക്. അതിപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ വെട്ടിയടിപ്പിച്ചിട്ട് അതിൻ്റെ ചുറ്റിനും നമ്മുടെ ബന്ദിപ്പൂവും കൂടെ നട്ടു വെച്ചിരിക്കുകയാണ്. ബന്ദിപ്പൂവും നല്ലതുപോലെ വരുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചും ഇപ്പം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. എത്രത്തോളം നന്നാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഓറഞ്ചൊക്കെ പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഇത് ഇലിമ്പിപ്പുളി എന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പറയും. ഇത് നമ്മൾ കൊണ്ട് നട്ടയാണ്. അത് ഈ ഓറഞ്ചും ഇലിമ്പിപ്പുളിയും നമ്മുടെ ഒരു കസിൻ ബ്രദർ തന്നെയാണ് കേട്ടോ. 2 നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇത് ചക്ക, ഇഷ്ടംപോലെ ചക്ക പിടിക്കുന്നുണ്ട്. ചക്ക ഇന്ന് പല രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് വളരെയധികം പ്രചാരത്തിൽ വരുന്ന ഒരു സംഭവമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്ലാവൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വലിയ നാരകമാണിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമ്മൾ അരി ഇട്ട് കിളിപ്പിച്ചെടുത്തത്. ഇത് കണ്ട് നിങ്ങൾ ചിരിക്കരുത്. ഇത് ഞങ്ങളുടെ നെല്ലിയാണിത്. നെല്ലി നട്ടതേ ഉള്ളൂ. അതിനെ വളർത്തിയെടുക്കണം. ഇത് മാങ്കോസ്റ്റിനാണ്. നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. നല്ലതുപോലെ ആയി വരുന്നുണ്ട്. എന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നല്ലതുപോലെ വളർന്നു വരികയുള്ളൂ. ആവശ്യത്തിനുള്ളതായ വെള്ളവും വളവും അവർക്ക് കൊടുക്കണം. ഇത് കണ്ടില്ലേ, മൾബറി. കുഞ്ഞു പ്രായത്തിലെ കായൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ വെച്ചിട്ടൊരു 8 മാസമൊക്കെ ആയതേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് നല്ല രീതിയിൽ കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി. കണ്ടോ, താഴെ മുതലേ കാ പിടിക്കുന്നുണ്ട്. ഇത് നല്ല ഒരു കമ്പ് ഇങ്ങനെ നീണ്ടിങ്ങി പോരുന്നു. ഞാനൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് എല്ലാം എന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇതങ്ങ് ഒടിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ, താഴെ എല്ലാം പിരിപിരാന്ന് മൾബറി പിടിക്കുന്നത് കണ്ടില്ലേ. താഴത്തെ കൊമ്പുകളിലെല്ലാം ഇങ്ങനെ കാ പിടിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണം, ഈ കൊമ്പുകൾ ഒരുപാട് വലുപ്പത്തിലാവാതെ ഇങ്ങനെ കോതി നിർത്തിയിരുന്നാൽ ഇഷ്ടം പോലെ കാകൾ അതിനകത്ത് ഉണ്ടായിക്കോളും. നീളത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ.
ഇത് ചിക്കു തൈ വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്, സപ്പോട്ട. അത് 1 വർഷത്തോളമായി നട്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണിത്. അപ്പോൾ ഇത് നമ്മുടെ പൈനാപ്പിൾ നല്ല രസത്തിൽ നല്ല റെഡ് കളറിൽ വളർന്നു വരുന്ന കണ്ടില്ലേ. അതിൻ്റെ ചുറ്റിനും കൊമ്പുകളും വരുന്നുണ്ട്, കണ്ടോ, കൊച്ചു കൊച്ചു കൊമ്പുകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒടിച്ച് നട്ടാൽ വീണ്ടും ഇഷ്ടം പോലെ പൈനാപ്പിൾ ചെടികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വേറൊരു പൈനാപ്പിളും കൂടി, ഇത് കുറച്ച് മാസങ്ങളെടുക്കും ഇതൊന്ന് വിളഞ്ഞ് കിട്ടാനായിട്ട്. പൈനാപ്പിളിൻ്റെ കൃഷി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ കൊമ്പുകളെടുത്തിട്ട് നട്ട ഒരു പൈനാപ്പിൾ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് ഞാൻ നട്ടിരിക്കുന്ന മുന്തിരിയാണ്. നല്ല രീതിയിൽ അത് പടർന്ന് വരുന്നുണ്ട്. ഇപ്പം കയറൊക്കെ കെട്ടി കൊടുത്തിട്ട് മുകളിലോട്ട് പടർത്തി വേണമെന്ന് വിചാരിക്കുകയാണ്. ഇത് പടർന്ന് വരുമെന്നുണ്ടെങ്കിൽ ടെറസിലോട്ട് കയറ്റി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം വളരുമെന്നൊന്നും അറിയത്തില്ല, ആദ്യമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. പക്ഷേ എങ്കിൽ അത് നല്ലതുപോലെ പടർന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ഇട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് ഇഷ്ടികയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ചുറ്റിനും. അടിവളമായിട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് നടാനായിട്ട്. അപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു തൈയായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പരിചരണ രീതിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ പടർന്ന് മുകളിലോട്ട് അങ്ങനെ അങ്ങ് പൊക്കോളും. ഇത് കസ്റ്റാർഡ് ആപ്പിൾ. ഇപ്പോൾ ഇതിനകത്ത് നിറയെ കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആത്ത തന്നെ 3 ടൈപ്പുണ്ട്. ആത്തയുണ്ട്, മുള്ളാത്തിയുണ്ട്, ബ്ലാത്തി. ഇതിന് സീതാഫലം പറയും. കസ്റ്റാർഡ് ആപ്പിൾ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെറസിലാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്, താഴത്തേക്കാളും കൂടുതൽ മുകളിലാണുള്ളത്. അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ, ഇഷ്ടം പോലാണ് പിടിച്ചു കിടക്കുന്നത്, കണ്ടോ, നല്ല ബൾബ് കത്തിച്ചിട്ടേക്കുന്ന മാതിരി. ഇപ്പം ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ കൃഷി നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫാഷൻ ഫ്രൂട്ടെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ വേണമെന്നില്ല, കുറച്ച് മാറ്റി ചെയ്താലും മതി. കാരണം ഏത് മരത്തിലാണോ ഇത് നമ്മൾ പടർത്തി വിടുന്നത് ആ മരത്തിൻ്റെ കാര്യം എന്തായാലും പോക്കായിരിക്കും. അപ്പോൾ നമ്മൾ കപ്പയിലായിരുന്നു നട്ടിരുന്നത്. കപ്പ എന്തായാലും ഒടിഞ്ഞൊരു പരുവായി, വീടിൻ്റെ ഷെയ്ഡിലോട്ടാണ് കിടക്കുന്നത്. അപ്പം എന്നാലും നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാൻ നല്ല സൂപ്പറാണ്. ഷുഗറുകാർക്കൊക്കെ അതിലേറെ കെങ്കേമമാണിത്. സൂപ്പർ സംഗതിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുക. ഇതും ഒരു ആത്തയാണ് കേട്ടോ. 3 ടൈപ്പിൽ ആത്തയെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒന്നാണിത്. ഇതിപ്പോൾ ഒരു റെഡ് കളറായിട്ട് വരും ഇതിൻ്റെ പുറം തോടെന്ന് പറയുന്നത്. ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. പണ്ട് എന്നെ ഇവിടെ കെട്ടിച്ചുകൊണ്ടുവന്ന സമയത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ നമ്മളെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ കൂട്ടത്തിൽ അതൊക്കെ പോയി. ഇത് നമ്മുടെ വീട്ടിലെ പേരമരം. പേരയ്ക്ക ഇഷ്ടംപോലെ പിടിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ അവകാശങ്ങളൊക്കെ വേറെ ആൾക്കാരാണ്, അവർ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കണ്ടാൽ മാത്രം നമുക്കത് ഒന്ന് കിട്ടും, നോക്കി നിന്നാൽ മാത്രം. പക്ഷെ നമ്മളിത് നട്ടതൊന്നുമല്ല, ഇതിവിടെ വീണ് കിളിച്ചതാണ്. പക്ഷേ എങ്കിൽ നല്ല സൂപ്പർ മധുരവും അതിനകത്ത് നല്ല ചുവപ്പും ഉള്ള ഒരു പേരയാണിത്. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. വരുന്നുണ്ടെന്ന് ഒന്നും കൂടെ കണ്ടാന്നറിയാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ കണ്ടോ, ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് എന്താ നിറമെന്ന് അടുത്തതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, അതിനകത്തൊന്നും ഒരു കേടുമില്ല. നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, എന്ത് രസം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ പേരയ്ക്ക. എന്തായാലും ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പേരയൊക്കെ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കാണും, അതിനെ നമ്മൾ പരിചരിച്ച് എടുത്താൽ മതി. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയ്ക്ക കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രൂട്ട്സ് നട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് അധികമൊന്നുമില്ല. നമ്മൾ 2015 നാട്ടിൽ വന്നു, 16 നമ്മളിതൊക്കെ ഒന്ന് നട്ട് തുടങ്ങിയത്. അപ്പം നിങ്ങളും ഇതേപോലെ പച്ചക്കറിയോടൊപ്പം തന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഒക്കെ വാങ്ങിച്ച് നട്ടാൽ വളരെ നന്നായിരിക്കും. നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം വലുതായ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.